സൂപ്പർമാൻ DC ചാപ്റ്റർ 1 സൂപ്പർ ഒരു പടം കണ്ട്. DC ചാപ്റ്റർ 1 ആദ്യത്തെ പടം സൂപ്പർ പടമായിട്ടുണ്ട്. കിടിലൻ അതുപോലത്തെ പടമാണ് സൂപ്പർമാൻ 2025. നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അടിപൊളി, നല്ലൊരു കോമിക്സ്, നല്ല രീതിയിൽ ഒരു ബോറടി ഇല്ലാണ്ട് നമുക്ക് കാഴ്ചവെച്ചിരിക്കുകയാണ് സൂപ്പർമാൻ. എന്തായാലും ജുറാസിക് വേൾഡ് റീബർത്ത് കണ്ടതിന്റെ ക്ഷീണമൊക്കെ ഈ പടം കണ്ടുമ്പോൾ മാറി കിട്ടും. അതുപോലത്തെ മേക്കിംഗ്. ജെയിംസ് ഗണ്ണാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ജെയിംസ് ഗൺ സൂപ്പറായി ചെയ്തിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അടിപൊളി ഗ്രാഫിക്സും അടിപൊളി ജോറാക്കി മാറ്റി എന്ന് പറയാം. കിടിലൻ കില്ലാടി അതാക്കിയൊക്കെയാണ് നമ്മുടെ സൂപ്പർമാൻ ഉണ്ടല്ലോ. സാധാരണക്കാരനായ അങ്ങനെ ചേർത്ത് വെച്ച് പറയാവുന്ന സൂപ്പർമാനാണ്. കാരണം സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ എന്താ, സൂപ്പർ പവറുള്ള ഒരു മനുഷ്യൻ, പക്ഷെ അമാനുഷികനായിട്ടുള്ള ഒരു മനുഷ്യൻ, അങ്ങനെയൊക്കെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റും. അതാണ് സൂപ്പർമാൻ. നമ്മൾ കണ്ടിട്ടുള്ള സൂപ്പർമാൻ അതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ കണ്ട ചിത്രത്തിലെ സൂപ്പർമാൻ ഉണ്ടല്ല, അമാനുഷികനായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി അറിയുന്ന ആ തരത്തിലൊരു സൂപ്പർമാൻ അല്ല. സാധാരണക്കാരായെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. കാരണം ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആ ഒരു ലെവലിലാണ് നമ്മുടെ സൂപ്പർമാന്റെ ചിന്തകളും പ്രവൃത്തിയൊക്കെ. കാരണം വരാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് പുള്ളിക്ക് മുൻകൂട്ടി ഒന്നും അറിയില്ല. അതുപോലെ തന്നെ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന സാധാരണമായിട്ട് ചിലർക്ക് തോന്നും, ഇത്രയ്ക്ക് ചീപ്പാണോ നമ്മുടെ സൂപ്പർമാൻ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അത് സൂപ്പർമാന്റെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ബോറായിട്ട് തോന്നും. അങ്ങനെയുള്ളവരെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഈ കഥയിലേക്ക് ആഴ്ന്നിറങ്ങിയുമ്പോണ്ടല്ല, അടിപൊളിയാണ്. സൂപ്പർമാൻ ഇങ്ങനെ തന്നെ ആയിരിക്കണം. അതാണ് കഥയ്ക്ക് കൂടുതലും രസം പകരുന്നതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇതിൽ കുറെ യുദ്ധക്കൊതിയന്മാരുടെ ഓരോ രീതികളും കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ സൂപ്പർമാൻ ഉണ്ടല്ല, സൂപ്പർ പവറിനെക്കായും വലുതായിട്ട് സൂപ്പർമാന്റെ ഓരോരോ മാനറിസങ്ങളും പോകുന്ന രീതിയും ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നമ്മൾ നന്നായിട്ട് ഈ കഥയിലേക്കാണ് അടുപ്പിച്ച് നിർത്തുന്നുണ്ട്. എല്ലാ സൂപ്പർ ഹീറോ ചിത്രങ്ങളിലുള്ള ഒരു സംഭവ വികാസമാണ് കഥയിലുള്ളത്. കഥ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് പറയുന്നില്ല. മനുഷ്യരാശിയെ രക്ഷിക്കുന്ന ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യും. അടിപൊളിയായിട്ട് എടുത്തു വെച്ചേക്കാം. ആക്ഷനൊക്കെ ഉണ്ടല്ല, കിട്ടു ആക്കി മാറ്റിയേക്കാണ്. സൂപ്പറാക്കി എടുത്താണ്ട് ഒരു ആക്ഷൻ സീനിൽ നിന്ന്, ഒരു ഫൈറ്റിൽ നിന്നാണ് കഥയുടെ ഒരു തുടക്കം തന്നെ. അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ലതുപോലെ വെറൈറ്റി അടിപ്പിച്ച ചിത്രമായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു ബോറടിയും ഉണ്ടാക്കിയില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ പടം പോയി കാണാം. കുട്ടികളെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന, ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ചിത്രമാണ്. കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അയ്യോ സൂപ്പർമാൻ ചിത്രങ്ങളാണ്, ചുംബന രംഗങ്ങൾ ഉണ്ടാകുമോ, മോശം സീൻ ഉണ്ടാകുമോ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ഒരു മോശമായിട്ടൊന്നുമില്ല, അടിപൊളിയാക്കിയിട്ടുണ്ട്. അടിപൊളി. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഉണ്ട് ഇതിൽ, നമ്മുടെ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ പട്ടിക്കുട്ടി. മോനെ പാവം എന്ന് പറഞ്ഞ പഞ്ചപാവം. അത് അടിപൊളിയാണ്. കുട്ടികളുടെ കൂട്ടുകാരനായിട്ട് മാറും. ഈ പടം ഐമാക്സിൽ ഈ പടം കാണുമ്പോൾ കിടു എന്ന് പറഞ്ഞാൽ അമ്മാതിരി ആയിരിക്കും. അതുപോലെ 3D നമുക്ക് വാച്ച് ചെയ്യാം. സൂപ്പറാണ്. അടിപൊളി. ജെയിംസ് ഗൺ എന്തായാലും തലയറിഞ്ഞ് പണിയെടുത്തിരിക്കുന്ന പടമാണ് സൂപ്പർമാൻ 2025. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു സൂപ്പർമാൻ ലെവലിലേക്ക് ഉയരുന്നതും വരാൻ പോകുന്ന സംഭവങ്ങൾ നേരിട്ട് അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും വിഷയമായിട്ട് തന്നെ പുള്ളി കൊണ്ടുപോവുകയാണ്. അടിപൊളിയായിട്ട്. നല്ല പടം, നല്ല പടം. ഞാൻ അങ്ങനെ പൊക്കിയടിച്ച് പുകഴ്ത്തി പറയണല്ല കേട്ടോ. കാരണം അതുപോലത്തെ സൂപ്പർ പടമാണ് മോനെ. പടം എന്ന് പറഞ്ഞാൽ ഇതാണ് പടം. ഞാനീ പറഞ്ഞുകൊണ്ട് അധികം സൂപ്പർമാൻ ചിത്രങ്ങളൊന്നും കണ്ടല്ല. ഹെൻറി കാവലിനെയാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് ഇഷ്ടം പുള്ളിനെ ആയിരുന്നു. പക്ഷെ ഉണ്ടല്ല, ഈ സൂപ്പർമാൻ ചിത്രത്തിലെ നമ്മുടെ സൂപ്പർമാൻ ആരാണെന്ന് അറിയാം, ഡേവിഡ് കോറൻസ്വേറ്റ് ആണ്. ഡേവിഡ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങേർക്കൊണ്ട് പറ്റുമോ, സൂപ്പർമാൻ ആവാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറെ വിമർശനങ്ങളും ചോദ്യങ്ങളൊക്കെ ഇയാളുടെ നേർക്ക് ഉണ്ടായിട്ടും അടിപൊളിയായിട്ട് ഈ അണിയറ പ്രവർത്തകർ അതിലൊരു മാറ്റം വരുത്തിയില്ല. ജെയിംസ് ഗണ്ണിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഡേവിഡ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആവുമെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അത് പൊളിച്ചടക്കി കൈ തന്നേക്കണം. അങ്ങനെ നമുക്ക് ഒരാളെയും ഒരു കാരണം കൊണ്ടോ ഒരു വ്യക്തമല്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ രൂപം കൊണ്ടോ ഒന്നും അടിച്ച് താഴ്ത്താൻ പറ്റില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അടിപൊളിയല്ല, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർമാൻ 2025 പോയി കാണേണ്ട പടം തന്നെയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആക്ഷനൊക്കെ ഞാൻ വീണ്ടും പറയുന്നത് അതെന്താന്ന് വെച്ചാലേ $225 മുടക്കിയിട്ടാണ് ഈ പടം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ റുപ്പി എന്ന് പറയുമ്പോൾ ഒരു 2500 കോടി ഇന്ത്യൻ പൈസ എന്ന് നമുക്ക് കണക്കൂട്ടാം. അങ്ങനെ കൂട്ടാം. അപ്പൊ അത്ര രൂപ വെച്ച് എടുത്താണ് പടം എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതുപോലത്തെ മേക്കിംഗ് ഒരു ഗുണമുണ്ട്. അത് പടക്കാണ്, കണ്ടു നോക്ക്. മോനെ പൊളി എന്ന് പറഞ്ഞ പൊളി സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ചിത്രമാണ്. അടിപൊളിയാണ്. ചില പല രീതിയിലൊക്കെ വിമർശിക്കായിരിക്കും കേട്ടോ. ഇനി ഇത് ഇത്തിരി നന്നായതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് വിമർശിച്ച് ഇതിനൊന്ന് ഹൈപ്പിൽ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പടം നന്നായിരുന്നു അപ്പൊ ഇത്തിരി വിമർശിക്കുകയാണെങ്കിൽ
അപ്പൊ അവരുടെ വീഡിയോക്ക് ഇത്തിരി വ്യൂസ് കിട്ടൂല, അങ്ങനെയൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നവരുണ്ടാവും. അത് സൂക്ഷിച്ചു വെച്ചോ. പക്ഷെ ഈ പടം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്റെ ഒപ്പീനിയനാണ് പറയുന്നത്, എന്റെ ഈ ഒരു അഭിപ്രായമാണ് ഞാൻ അറിയിക്കുന്നത്. അടിപൊളിയാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സൂപ്പർ ഒരു കോമിക്സ് മോഡേൺ രീതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു. അതാണ് ഈ പടം. കിടു കിടു കില്ലാടിപ്പടം. യാ